ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെയും സഹോദരങ്ങളെയും, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ച, ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യം സെബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ക്രിസ്തുവിനെ സമീപിച്ച് ഒരു ആഗ്രഹം അവനോട് പറയുന്നതാണ്. അവർ ആദ്യം യേശുവിനോട് പറയുന്നത്, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്നതാണ്. സെബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഗലീല കടൽക്കരയിൽ വെച്ച് ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് ശ്ലീഹഗണത്തിലേക്ക് ചേർക്കപ്പെട്ടവരാണ്. ശെമോൻ, അന്ത്രയോസ് സഹോദരങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട സഹോദരങ്ങൾ. യേശു അവരെ ഇടിമുഴക്കത്തിന്റെ മക്കൾ, സൺസ് ഓഫ് തണ്ടർ അല്ലെങ്കിൽ ഇടിമക്കൾ എന്ന് പേരുകൊടുത്തു. ശമര്യരുടെ ഗ്രാമം യേശുവിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ ആ ഗ്രാമത്തെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി നശിപ്പിക്കുവാൻ ക്രിസ്തുവിനോട് അനുവാദം ചോദിച്ചത് ഇവരായിരുന്നു. സംഘാലയ പ്രമാണിയുടെ മകളുടെ സൗഖ്യത്തിനായി യേശു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അവനോടുകൂടെ അകത്ത് കടക്കുവാൻ പത്രോസിനോടുകൂടെ അനുവാദം കിട്ടിയ മറ്റു 2 പേരാണ് യാക്കോബും യോഹന്നാനും. ഒലിവുമലയിൽ വെച്ച് ക്രിസ്തു അന്ത്യകാല ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്നത് യാക്കോബിനും യോഹന്നാനുമാണ്. യാക്കോബും യോഹന്നാനും ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിന് സാക്ഷികളായിരുന്നു. ഗെത്സമനെ തോട്ടത്തിൽ ക്രിസ്തു പ്രാർത്ഥിക്കുവാനായി പോയപ്പോൾ കൊണ്ടുപോയ 3 സംഘത്തിൽ യാക്കോബും യോഹന്നാനും ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്തുവിനോട് ഏറ്റവും അടുപ്പമുള്ളവരായിരുന്നു സെബദിപുത്രന്മാർ. ആ അടുപ്പവും സ്വാതന്ത്ര്യവും ആയിരിക്കാം അവരെ ഇങ്ങനെ ഒരു ആഗ്രഹം ഗുരുവിൻ്റെ അടുത്ത് പറയുവാൻ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുഭാഗത്തും ഒരാൾ അങ്ങയുടെ ഇടത്തുഭാഗത്തും ഇരിക്കുവാൻ വരം നൽകണമേ എന്ന ആഗ്രഹമാണ് അവർ ക്രിസ്തുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഈ ആഗ്രഹം ക്രിസ്തുവിൻ്റെ അടുക്കൽ വയ്ക്കുന്നത് സെബദിപുത്രന്മാരുടെ അമ്മയായ ശലോമിയാണ്. ആഗ്രഹത്തിൻ്റെ ഗൗരവം തിരിച്ചറിയാതെയുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് എന്നത് ഈ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന ക്രിസ്തുവിൻ്റെ മറുപടി ഇത് വ്യക്തമാക്കുന്നു. ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുന്ന അപേക്ഷകൾ എപ്പോഴും സുബോധത്തോട് കൂടിയവയായിരിക്കണം. ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയുടെയും ആന്തരിക അർത്ഥം ഗ്രഹിച്ച് ചൊല്ലുവാൻ കഴിയണം. ദൈവസന്നിധിയിൽ നാം പറയുന്ന ഓരോ വാക്കിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ്. ക്രിസ്തു അവരോട് വീണ്ടും ചോദിക്കുന്നു, ഞാൻ കുടിക്കുന്ന കാസ കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ? ക്രിസ്തു താൻ ഏൽക്കുവാൻ പോകുന്ന പീഡാമരണത്തെയാണ് കാസ മാമോദീസ എന്നതുകൊണ്ട് സൂചിപ്പിച്ചത്. പിന്നീട് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ വിവരിക്കുമ്പോൾ അവൻ്റെ വിലാവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകിയെന്ന വിവരണത്തിൽ ക്രിസ്തുവിൻ്റെ ഈ വാക്കുകളുടെ വലിയ മർമ്മത്തെ പൂർണ്ണ അർത്ഥത്തിൽ അവതരിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മരണത്തിൽ നാം ഏകീഭവിക്കുവാനാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നുവെന്ന പൗലോസിന്റെ സന്ദേശം ഇതിനെ വ്യക്തമാക്കുന്നു. യാക്കോബിന്റെയും യോഹന്നാന്റെയും ഈ ചോദ്യം 10 ശിഷ്യന്മാരുടെ ഇടയിൽ പിറുപിറുപ്പിന് കാരണമായി. ആരാണ് വലിയവൻ എന്നതാണ് അവരുടെ ഇടയിലെ തർക്കത്തിന് പലപ്പോഴും കാരണം. ഈ തർക്കം
സുവിശേഷങ്ങളിൽ പല ആവർത്തി വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 46 അവരിൽ ആരാണ് വലിയവനെന്ന ചിന്ത അവരിൽ കടന്നുകൂടിയെന്ന് പറയുന്നു. യാക്കോബും യോഹന്നാനും പടകിൽ തങ്ങളുടെ വല നന്നാക്കുമ്പോൾ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തു അവരെ വിളിച്ച ഉടൻ അവർ അവരുടെ പിതാവിനെയും കൂലിക്കാരെയും പടകിനെയും എല്ലാം ഉപേക്ഷിച്ച് അവനോടുകൂടി ഇറങ്ങിയവരാണ്. എന്നിട്ടും വലിയവനാകുക എന്ന ചിന്ത ഉപേക്ഷിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്ഥാനമോഹം എന്ന വലിയ കുറ്റം എല്ലാ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. ശിഷ്യത്വത്തിലേക്കുള്ള വിളി അധികാര സ്ഥാനത്തിനു വേണ്ടിയുള്ള വിളിയല്ല, മറിച്ച് ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുവാനായിട്ടുള്ള വിളിയാണ്. അത് അവൻ കുടിക്കുന്ന കാസ കുടിക്കുവാനും അവൻ ഏൽക്കുന്ന മാമോദീസ ഏൽക്കുവാനുമുള്ള നിയോഗമാണ്. ശിഷ്യന്മാരോടുള്ള യേശുവിൻ്റെ പൊതുവായ ഉപദേശം ശ്രദ്ധേയമാണ്. ജാതികളുടെ തലവന്മാർ എന്ന് വിചാരിക്കുന്നവർ അവരുടെ യജമാനന്മാരും അവരുടെ പ്രഭുക്കന്മാർ അവരുടെ മേൽ അധികാരമുള്ളവരുമാകുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് പറയുന്നത്. തൻ്റെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ രീതികളിൽ നിന്ന് വ്യത്യസ്തരാകണമെന്ന് ക്രിസ്തു അടിവരയിട്ട് പറയുന്നു. ലോകത്തിൻ്റെ രീതികളോട് സമരസപ്പെട്ടു പോകുവാനുള്ള വിളി അല്ല ഇത്, ഒഴുക്കിന് എതിരെ നീന്തുവാനുള്ള നിയോഗമാണ്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഇപ്രകാരം ആയിരിക്കരുതെന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം ഇതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ ലൗകിക മനുഷ്യരെ പോലെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്നവരല്ല തൻ്റെ ശിഷ്യന്മാർ. അവിടെ അവരുടെ ചിന്ത വ്യത്യസ്തമായിരിക്കണം, അവരുടെ പ്രവൃത്തിയും വ്യത്യസ്തമായിരിക്കണം. ഇവിടെ ക്രിസ്തു 2 കാര്യങ്ങൾ പറയുകയാണ്. വലിയവനാകുവാൻ കാക്ഷിക്കുന്നവൻ ശുശ്രൂഷക്കാരനാകണം, ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവനെല്ലാം ദാസനാകണം. ശിഷ്യത്വത്തിലേക്കുള്ള വിളി ശുശ്രൂഷകനും ദാസനുമാകാനുള്ള വിളിയാണ്. അത് എളിമയുടെ ശ്രേഷ്ഠ മാതൃകയാണ്. അത് സ്വയം വെറുമയാക്കലാണ്. പരിശുദ്ധ ദൈവമാതാവിനെ പോലെ ഉന്നതമായ നിയോഗങ്ങളിലേക്ക് ക്ഷണം ലഭിക്കുമ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനുള്ള ചങ്കുറപ്പാണ് വേണ്ടുന്നത്. അവൾ തന്നെത്താൻ താഴ്ത്തി ഉന്നത പദവി പ്രാപിച്ചു. ഗുരുവിൻ്റെ ഭാവം പൂർണ്ണമായി ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോൾ മാത്രമേ ഗുരുവിനോളം വളരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഗുരുവിനോളം വളരുമ്പോൾ മാത്രമേ ഗുരുവിനെ പോലെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ. ഗുരുവിലേക്ക് വളരുവാൻ ഇനിയും എത്ര ദൂരമെന്നത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.